ഇന്നത്തെ ഇൻട്രോ നമ്മുടെ ആദ്യക്കുട്ടിയുടെ വകയായിരുന്നു കേട്ടോ. അതുപോലെ ക്യൂട്ടായിട്ടൊക്കെ ഇൻട്രോ എടുത്തിട്ടുണ്ട്. ബാക്കി പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ചമ്മലായിട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫാത്തിയുടെ കല്യാണം വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ബ്രൈഡ് ടു ബേ കൊടുക്കണമല്ലോ. അപ്പോൾ അതാണല്ലോ ഒരു ആചാരം. അപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് കുഴിപ്പള്ളിയിലോട്ടാട്ടോ. നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലാണ് കംപ്ലീറ്റ് സെറ്റാക്കി കേൾക്കണം. അപ്പോൾ ഞാനും പാറും രാവിലെ എല്ലാം എത്തിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ച് കാണാനായിട്ട്. ആ ഒരു മോർണിംഗ് എന്താ പറയുക, വെയിലും കുറച്ചൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നോക്കി എവിടെയാണ് സെറ്റ് ചെയ്തേക്കണമെന്ന് അറിയാൻ വേണ്ടി നോക്കി നടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലായി. കാരണം നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ ലാവൻഡറും വൈറ്റ് ഷെയ്ഡും ആ ഒരു ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ എൻഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരെയാണ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആരും അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. ഞാനും ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്താറായപ്പോഴത്തേക്കും മുബീനെയും വന്നിട്ടുണ്ടായിരുന്നു. അവളെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അവള്. അപ്പോൾ ഇതാ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യണത് വർക്ക് ഇവൻറ്റ്സ് ആട്ടോ. ഷറഫി എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം സത്യം പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പെട്ടു. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യണുണ്ടായില്ല. അപ്പോഴത്തേക്കും എന്താ കുറച്ച് പേരിവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മിക്കവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് സംഭവം ചെയ്തൊക്കെ എപ്പോഴാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാത്തി വരുന്നത് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഇങ്ങനെ ചിരിച്ചൊക്കെയാണ് വരുന്നത്. നല്ല സുന്ദരമായിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ആൾ ഇട്ട ഡ്രസ്സ് നമ്മുടെക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡായിരുന്നു ആളുടെ ഡ്രസ്സ്. അങ്ങനെ ബ്രൈഡ് എപ്പോഴും എടുത്തിരിക്കണമല്ലോ. അങ്ങനെ ഫോട്ടോഗ്രാഫർ അവിടെ ക്യാമറയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിനാട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തന്നെ. അപ്പോൾ അവനും വലിയൊരു താങ്ക്സ് പറയാം കേട്ടോ. പിന്നെ ഫാത്തി നമ്മുടെ ഡെക്കറേഷനൊക്കെ സംഭവമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആളുടെ ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു ഫ്ലവറെ കൊണ്ട് ആൾ ഇൻവൈറ്റ് ചെയ്തു കേട്ടോ നിത. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആളുടെ ഫേസിലെ സന്തോഷം കാണാൻ ഞങ്ങൾക്ക് അത്രയും മതിയല്ലോ. പക്ഷെ ഡെക്കറേഷൻ ഒന്നും പറയാനില്ല. കാരണം ആ ബാക്കിലെ ബീച്ച് വ്യൂ എല്ലാം കൂടെ വന്നപ്പോൾ സംഭവം സെറ്റായിരുന്നു കേട്ടോ. ഫുൾ ആ കളറും എല്ലാം കൂടെ. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഓരോ പോസായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അവനവിടെ നിന്ന് കാര്യമായിട്ട് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അവനും അവൻ്റെ 2 ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒക്കെ ക്യാപ്പ് വെച്ച് കൊടുത്തു. അവിടെ ഒരു ക്യാപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ്റ് തന്നെ. അപ്പോൾ നമ്മൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഓരോ ഫോട്ടോസ് ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സാഷ് ഇട്ട് കൊടുക്കണല്ലോ, നമ്മുടെ ബ്രൈഡ് ടു ബിയുടെ സാഷ് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ബൊക്കെ കൊടുത്തു കേട്ടോ അവർക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരായിട്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ പരിപാടിയിലോട്ട് കടന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് കാണുന്നത് മൊത്തം. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവളുടെ തന്നെ കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയുടെ കേക്ക് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ കേക്കിലോട്ട് പോയി. കാരണം അത് ഇനി ആവശ്യമില്ലല്ലോ, നമ്മൾ നമുക്ക് തിന്നാനുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ മുറിച്ചെല്ലാവരും കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷറഫ്, നമ്മുടെ ഇവന്റിന്റെ ആളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവന്റ് വേണം, നിങ്ങൾ അഫോർഡബിൾ റേറ്റിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്യാം കേട്ടോ വീഡിയോയുടെ താഴെ. അപ്പോൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ കാണുന്ന കാഴ്ച ബീച്ചിലൊക്കെ നമ്മൾ ചെരുപ്പൊന്നും ഊരിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പിനുള്ള കുറേ മണ്ണും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികളാണ് ഈ കാണുന്നത്. പാവങ്കി എല്ലാവരും ചെരുപ്പിനുള്ള കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ കല്യാണ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.